വർത്താനം കേട്ട് അതിനിടയിൽ ഷാനവാസ് വന്ന് ഇടപെട്ടു, പല ആൾക്കാരും വന്ന് ഇടപെട്ടു. പിന്നെ നിവിന്റെ വർത്താനത്തിൽ ആർക്കും ഇടപെടാൻ പറ്റിയില്ല. നെവിന്റെ സപ്പോർട്ടേഴ്സ് ഇവിടെ വന്ന് കമന്റ് ഇടുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നീയൊക്കെ നിന്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സമ്മതം ചോദിച്ചിട്ടേ വന്നിട്ട് എൻ്റെ താഴെ കമന്റ് ഇടാവുള്ളൂ. ഇപ്പൊ ഇവൻ ഷാനവാസിനോട് ചെയ്ത് തെണ്ടിത്തരമല്ലേ? ഷാനവാസ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നേ. ഇന്നത്തെ പ്രൊമോ വന്നു, ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ. നെവിൻ കാണിക്കുന്ന തോന്നിവാസം അതിനകത്ത് നിങ്ങളൊന്ന് കാണണം ആ ഒരു പ്രൊമോ. ഞാൻ ആ പ്രൊമോ വെച്ച് തരാം. അതിനു മുമ്പ് എനിക്ക് ഈ പറയുന്ന രേവതിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ അഖിൽ മാരാർ വന്ന് ഈ പറയുന്ന നെവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. പേഴ്സണലി ഈ പറയുന്ന അഖിൽ മാരാറിനെ എനിക്കിപ്പോൾ കണ്ടോളാം, പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യത്തിനോട് എനിക്ക് യോജിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വെച്ച് തരുന്നതാണ്. ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. പിന്നെ അതുപോലെ തന്നെ രേവതിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, ബി റിവ്യൂ ചെയ്യുന്ന രേവതിയെ കുറിച്ചുള്ള അഭിപ്രായം കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ടുള്ള കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ നെവിൻ കാണിക്കുന്ന തോന്നിവാസവും ഓക്കെ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് കൊടുത്തേക്കുക, ലൈക്ക് കൊടുക്കുക, കമന്റ് കൊടുക്കുക. ഞാൻ സബ് ചെയ്യുന്ന കാര്യം ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഈ വീഡിയോ 10 ആൾക്കാരുടെ അടുത്ത് എത്തിക്കുക, അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മാത്രം മതി. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം പ്രൊമോ ആണ് നാളത്തെ. പ്രശ്നം ഉണ്ടാക്കാം പെയിന്റ് പോയതാ. കഴുകാൻ പറ്റില്ല എന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പൊ പൊടിയാണെങ്കിൽ ഒരു കോപ്പും ഇല്ല. ഞാൻ അത്രേ പറയുന്നുള്ളൂ. അതിനകത്ത് പൊടിയാണെങ്കിലും അഴുക്കാണെങ്കിലും നിനക്കൊക്കെ നീയൊക്കെ നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഇവറ്റകൾ ഒരു മനുഷ്യൻ ഒരു തേങ്ങ പോലും കൊടുത്തോണ്ടിരിക്കുന്നില്ല. എന്തുകൂടെ ക്യാപ്റ്റന്മാർ 3 പേരും കൂടെ കിച്ചണിൽ വന്നിട്ട് ഉണ്ടാക്കിയിട്ട് കാണിക്കുന്ന തോന്നിവാസങ്ങളും കാര്യങ്ങളൊക്കെ. അവിടെ ഒരു ക്യാപ്റ്റന്റെ ഒരു സ്ഥാനം ഏറ്റെടുക്കുവാണെങ്കിൽ ഫുഡ് കൊടുക്കാൻ പഠിക്കണം ആദ്യം. നേരെ ചോനെ ഫുഡ് അതുപോലും കൊടുക്കാത്ത കുറെ നാടുകളാ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഈ കുരയ്ക്കുന്നത്. ഇത് ഏഷ്യാനെറ്റിന്റെ പ്രൊമോയാണ് ഞാൻ വെച്ച് തരുന്നത്. ഇതിന്റെ രാത്രി നടന്ന വേറൊരു പ്രൊമോ ഉണ്ട്, ഷാനവാസിന്റെ അകത്ത് പാലും അതും ഇതുമൊക്കെ ഒഴിക്കുന്നത്. അത് ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. ഞാൻ അതിനുമുമ്പ് ഇത് ബാക്കിയും കൂടെ കാണാം. സൗകര്യമില്ല, താനെ പഠിപ്പിക്കാൻ നീ കൈവെക്കോളുടെ മേത്ത്. നിനക്ക് അത്രക്ക് തന്നിട്ടുണ്ടെങ്കിൽ നീ കൈവെക്കടാ. ആതിരയുടെ സൗണ്ടായി കേട്ടത്. നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൈവെക്കടത്. ആരോടാ പറഞ്ഞു? എനിക്ക് തോന്നുന്നു നെവിനോടാവാനൊക്കെ ചാൻസ് കൂടുതൽ ഉറപ്പാണ്. നെവിനോടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളത്തെ എപ്പിസോഡ് കലക്കി. എനിക്ക് തോന്നുന്നു ഇതുവരെ വരാത്ത ഏറ്റവും വലിയൊരു എപ്പിസോഡായിരിക്കും നാളെ വരാൻ പോകുന്നത്. കൊടുക്കണം അവന്റെ കൈ ഒരെണ്ണം. സത്യം പറയാലോ, എനിക്ക് ചെപ്പ അടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യം വരുവാണ്. പല തന്തയ്ക്കുണ്ടായവനെ അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. പല തന്തയ്ക്കുണ്ടായവന്മാര് കാണിക്കുന്ന അതേ സ്വഭാവമാണ് ഈ നെവിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഫാമിലി വന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് പ്രൗഡായിരുന്നു. ആദ്യ സമയത്ത് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു ഇവൻ ആദ്യം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന ഓരോ തോന്നിവാസമാണെങ്കിൽ പോലും ഞാൻ ഇതുവരെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അവക്ക് പീരിയഡ്സ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് വന്നിട്ട് അവൻ ഈ ഒരു തോന്നിവാസം കാണിച്ചപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവൻ ആണും പെണ്ണും കെട്ടവനാണോ അത് ഏത് ഉണ്ടായതാണോ എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. 10 അല്ല, അവൻ 1000 മാസം പറഞ്ഞ കൂടിപ്പോ. ഞാൻ എന്തൊക്കെയോ പറയുന്നു. ഞാൻ അടുത്ത പ്രൊമോ നിങ്ങൾക്കൊന്ന് വെച്ചു തരാം. ലെൻസ് വെച്ചാ നോക്കിയാ കാണാത്ത ഈ പൊടിയാണ് നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കണേ. കഴുകിയില്ലെങ്കിൽ ഉണ്ടാക്കില്ല. വീട്ടിൽ ഷാനവാസ് അവിടെ ക്ഷമയോടെ തന്നെയായിരുന്നു. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അങ്ങനെ ക്ഷമിച്ച് തന്നെ അവിടെ നിൽക്കുന്ന ഒരു നിപ്പുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, കാരണം അയാൾക്ക് കുടുംബവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അയാളുടെ കുടുംബത്തിന് വേണ്ടി അവിടെ വന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമതൊരു ഷുഗർ പേഷ്യന്റ് ആണ്, അറ്റാക്ക് വന്നൊരു മനുഷ്യനാണ്. കിടാൻ പോയെങ്കിലും അവൻ ആ പാലും അതും ഇതൊക്കെ എടുത്ത് ഒഴിക്കുമ്പോൾ തന്നെ ഉറപ്പാണ് ഇവരെന്ന് പറഞ്ഞ വ്യക്തിയെ ഇല്ലാണ്ടാവാണ്. നാളത്തെ എന്തായാലും നാളെ നമുക്ക് കാണാം. നാളെ രാവിലെ തന്നെ അടി ഉണ്ടാവുന്നത് 100% ഉറപ്പാണ്. ഇതുപോലെ പല അന്തൊക്കെയുണ്ടായവനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇവനെ സപ്പോർട്ട് ചെയ്തതിന് ഞാനിപ്പോൾ ശരിക്കും വിഷമിക്കുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചാൽ അത്രയ്ക്ക് ദ്രോഹമാണ് ഇന്ന് അറിഞ്ഞത്. പിന്നെ എനിക്ക് രേവതിയെ കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് വെച്ച് തരാവേ. കാണിക്കടാ എന്ന് പറഞ്ഞ് നിവിൻ അനുവിടെ മൈക്കും കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിവിൻ മൈക്കിൽ വെള്ളം ഒഴിക്കുന്നത്, പക്ഷെ നിവിൻ ആ കാലിലാണ് വെള്ളം ഒഴിച്ചത്, അതായത് ബെഡിലാണ് വെള്ളം ഒഴിച്ചത് താഴെ. അപ്പൊ അനു ഇങ്ങനൊരു നിപ്പാണ്. ഹോ അപ്പൊ ബെഡിൽ വെള്ളം ഒഴിച്ചല്ലേ? ആഹാ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര. അപ്പൊ എല്ലാവരും കൂടെ വന്നു. എല്ലാവരും നേരെ അനുവിന്റെ അവിടെ ആ ബെഡ്റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പൊ അനു അവിടെ കരച്ചു തുടങ്ങി. അച്ഛനും അമ്മയും നേരെ വളർത്താത്തതാണ് ഇവൻ കാണിക്കുന്നത്. ഇവിടെ ഭരതത്തിനാണ് കാണിക്കുന്നത്. മനസ്സിലായ? ഞാൻ ഉറങ്ങിയോടാ, ഞാൻ ഉറങ്ങിയോ? ഇല്ലല്ലോ, ഞാൻ ഉറങ്ങിയിട്ടില്ല. പക്ഷെ പിന്നെ നടന്ന വർത്താനം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ. അതിൽ നിവിന്റെ വർത്താനം കേട്ട് അതിനിടയിൽ ഷാനവാസ് വന്ന് ഇടപെട്ടു,
പല ആൾക്കാരും വന്ന് ഇടപെട്ടു. പിന്നെ നിവിന്റെ വർത്താനത്തിൽ ആർക്കും ഇടപെടാൻ പറ്റിയില്ല. കാര്യം ആർക്കും ഇടപെടാൻ പറ്റൂല. അങ്ങനത്തെ പോയിന്റ്സാണ് നിവിൻ പറഞ്ഞത്. നോക്ക് നിങ്ങൾ. നെവിനെ അങ്ങ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ചേച്ചിയുടെ സംസാരങ്ങൾ ഭയങ്കര ബോറായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കാണുന്ന പ്രേക്ഷകരോടെ ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ റിവ്യൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ആ റിവ്യൂൽ അവരെ നെവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും ഇത് അവിടെയും ഇല്ല ഇവിടെയും ഇല്ലെന്നും ഒരു നിലപാടില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടേക്കുന്നു. ഇവിടെ നിങ്ങളൊരു റിവ്യൂ ചെയ്യുവാണെങ്കിൽ എന്തിന് കമന്റ് ബോക്സ് ഓഫ് ആക്കണം? തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളി കേൾക്കുമ്പോൾ അത് കേൾക്കാനുള്ള കെൽപ്പുണ്ടാവണം. എന്തായാലും റവന്യൂ മേടിക്കുന്നതല്ലേ? ആൾക്കാർ കണ്ടാലല്ലേ ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് കമന്റ് ആണെങ്കിൽ പോലും ഒരു നാണോ മാനോ ഇല്ലാതെ മാറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഈ ഒരു സ്ത്രീയെ കുറിച്ച്. കാരണം അവരെല്ലാം തികഞ്ഞെന്നുള്ള ഭാവമാണ്. ഞാനാണ് അവിടുത്തെ ഏറ്റവും വലിയ കൊമ്പത്തെ റിവ്യൂവർ, ഞാൻ അവിടുത്തെ വേറെ ലെവലാണെന്നുള്ള രീതി. ഈ അടുത്ത സമയത്താണെങ്കിൽ ബിഗ് ബോസിനകത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരെ. 2 വർഷം മുമ്പ് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പുള്ളിയായിരുന്നു എന്നുള്ള ഭാവമാണ് ഈ പെൺപിള്ള കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി ഞാൻ ഭയങ്കര വെറുപ്പിലായിട്ട് എനിക്ക് ഭയങ്കര വെറുപ്പിലായിട്ട് തോന്നുന്നുണ്ട് അവര്. കാരണം ഇപ്പോഴും അവര് ആ നെവിനെ സപ്പോർട്ട്, നെവിന്റെ പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പെണ്ണ് പീരിയഡ്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ അടുത്ത് കാണിക്കുന്ന തോന്നിവാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ആ ഒരു ടൈമിൽ വന്നിട്ട് ഈ വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓ, എന്തൊരു ബോർ ക്യാരക്ടറാണ് നിങ്ങളൊക്കെ എന്തിനാ റിവ്യൂ ചെയ്യുന്നത്? ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ്, ആൾക്കാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി. സീരിയസ്ലി ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് ഈ പരിപാടി പറ്റിയതല്ല. സീരിയസ്ലി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരിപാടി പറ്റിയല്ല. ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് ഇന്ന് റിവ്യൂ ചെയ്യുന്നു. ഒരു നാണവും മാനവും ഇല്ലാതെ വന്നിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബോറിംഗ് വെച്ചാൽ ഭയങ്കര ബോറിംഗ്. ഇന്ന് അഖിൽമാരാർ ഈ പറയുന്ന നെവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ചുതരാം. ഒരു നിലപാടൊക്കെ വേണ്ട സ്ത്രീകളായാലാ. ഇത് അതും ഇല്ലാത്തൊരു വൃത്തിയായിട്ടൊരു ഞാൻ ഇവരെ വെറുക്കുന്നുണ്ട്. സീരിയസ്ലി പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറഞ്ഞു തരും. ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഇതിനകത്ത് കമന്റിട്ടേക്കുന്ന പല തന്തയ്ക്കുണ്ടായ പ്രസാദിന്റെ മകൻ മിഥുൻ, ഈ മിഥുൻ പ്രസാദ് എന്ന് പറയുന്നവൻ പറഞ്ഞേക്കുന്നു, അനുവിന്റെ PR അല്ലെങ്കിൽ സമ്മർ മീഡിയ എനിക്ക് എത്ര തന്നു. എടാ, സമ്മർ മീഡിയയുടെ തട്ടോ അല്ലെങ്കിൽ അനുമോളുടെ PR-ന്റെ തട്ടോ ഒക്കെ വെച്ച് അളന്ന് തൂക്കിയാലും ഞാനിരിക്കുന്ന തട്ട് താണേ ഇരിക്കും. എന്നെ കൊണ്ട് PR ചെയ്യിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീയല്ല, നിന്റെ തന്തയല്ല, നിന്റെ തന്തയുടെ തന്ത വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. ഓക്കെ, കമന്റ് ലൈവിൽ വന്നപ്പോൾ ആരാണ്ട് കമന്റ് ഇട്ടപ്പോഴാണ് പുള്ളി ഒരാളെ തന്തയ്ക്ക് വിളിച്ചത്. ഓക്കെ, നമ്മുടെ വിഷയം ഇതല്ല, അടുത്തയാണ് ഞാൻ വെക്കാം. നിവിന്റെയോ നിവിനുമായി ബന്ധപ്പെട്ട ഒരാൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ ചപ്പി ജീവിക്കുന്ന നീയൊക്കെ നിന്റെയൊക്കെ കാര്യം നോക്കി ജീവിക്കുക. എനിക്ക് ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത്. ജയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും. അതായത് നിന്നെ കണക്കുള്ള അലപലാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, പരമനാറികളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന, സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെങ്കിലും കിടക്കുന്ന അലപലാദികൾ കാണിക്കുന്ന വിവരക്കേടുകളെ എന്റർടൈൻമെന്റ് ആണെന്ന് കരുതി കൊണ്ടു നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിനക്ക് എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നത്തുള്ളൂ. സാമൂഹിക ബോധമുള്ള ഒരുവനെ സംബന്ധിച്ച് ഈ എന്റർടൈൻമെന്റ് അല്ല, കോമാളിത്തരമാണ്, വിവരക്കേടാണ്, സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അതാണ് ഞാൻ പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസസ് സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിനല്ല, നെവിന്റെ തന്തയായാലും അടിച്ചവന്റെ ചെവിക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ആദ്യം തന്തയ്ക്ക് പറയേണ്ടത് ആര്യന്റെയാണ്. പോട്ടെ, ഈ ടാസ്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആര്യനെ എല്ലാവരും കുറ്റപ്പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പോഴും അവന് ഇച്ചിരി ചെറുതായിട്ട്, പക്ഷെ അവന് കുറച്ച് മനുഷ്യത്വം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇച്ചിരി ഓവറായി തുടങ്ങിയിട്ടുണ്ട്. ഈ എല്ലാവരും ടയർഡായിട്ട് കിടക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവള് കണ്ണടച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഷാനവാസ് പിന്നെ ഉറങ്ങുമെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു സമയത്ത് പോയി കാണിച്ച ഭയങ്കര ചെറ്റ പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ. പീരീഡ്സ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് വന്നിട്ട് അത് എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും നമ്മൾ വഴക്ക് പോലും ഇടരുത് സ്ത്രീകളോട്. കാരണം ആ ഒരു സിറ്റുവേഷൻ നമുക്കറിയത്തില്ല. എൻ്റെ ഒരു പണ്ടത്തെ എക്സിന്റെ കാര്യം പറയാമെന്ന് വെച്ചാൽ, അവൾ ഈ ഒരു ടൈമിലാകുമ്പോൾ നമുക്ക് ഇതിന്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നീ ഒന്നും ഉണ്ടായിരുന്നേ, അങ്ങനെയാണ്. മറ്റേ ഈ ഒരു ടൈമിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ഉണ്ടാവുന്ന പേര് ഒരു ദിവസം എന്നോട് പറഞ്ഞത്, എന്നോട് പറഞ്ഞു അത് അനുഭവിക്കണം ചേട്ടാന്നും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സമയത്ത് എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും കാണിക്കുന്ന തോന്നിയവാസം സീരിയസ്ലി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി മാരാര് പറയുന്ന അടുത്തും കൂടെ കേൾക്കാം. അവിടെ അത് നോർമലി ആയിക്കോട്ടെ, ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല. ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ, ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ, ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പർട്ടിക്കുലർ മത്സരാർത്ഥിയാണ്. അവിടെ പോയി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും. കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്നും. ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാൻ ആരെ ശല്യം ചെയ്യുന്നത്? അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ. അനുമോൾ ഉറങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞത്. ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവിടെ ബിഗ് ബോസിന്റെ കാശ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിയിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാണ്. അവർ സ്വാഭാവികമായിട്ടും പട്ടിയെ കൊണ്ട് കുറിപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂവിച്ചോ ആ മത്സരാർത്ഥിയെ എണീപ്പിക്കും. ആ മത്സരാർത്ഥിക്ക് ഒരാഴ്ച കിടന്നുറങ്ങിയാലും ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഷോയിൽ എവിടെ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഷോയുടെ അണിയറ പ്രവർത്തകരല്ല, ആ പർട്ടിക്കുലർ മത്സരാർത്ഥി മാത്രമാണ്.
അപ്പൊ അതുകൊണ്ട് ഈ മത്സരാർത്ഥിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നിരിക്കെ ആ ഹൗസ് കിടന്ന് ഉറങ്ങിയാൽ പോലും ഒരു കുഴപ്പമില്ല, ഉറങ്ങിയാൽ പ്രേക്ഷകർ പുറത്താക്കും. അതൊന്നും ചെയ്യാതിരിക്കും തുടക്ക സമയത്ത് ഈ നിവിൻ എന്ന് പറയുന്നവൻ അവർ ഇഷ്ടം പോലെ ഭക്ഷണം ഓട്ടിച്ച് തിന്ന് തടിച്ചു കൊഴുത്ത് ഗുണ്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും നെറുകെട്ടവനാണെന്നുള്ള കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം. കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള ഇപ്പം എന്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വെയിറ്റ് 8 മുതൽ 10 കിലോ വരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിൻ ഈ കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് മാത്രമാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. ഈ നിവിനെ യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ഹൗസിലേക്ക് തിരിച്ചു കയറ്റാൻ പാടില്ലായിരുന്നു. ഹൗസിൽ നൂറ നടത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഗെയിം മൊമെന്റ് ആയിരുന്നു ഹൗസിൽ നിന്ന് നിവിനെ ഇറക്കി വിട്ടത്. ആ നൂറ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഗെയിമിന് പുല്ല് വില പോലും കൊടുക്കാത്ത അണിയറ പ്രവർത്തകർ ചെയ്ത കാര്യമാണ് ഈ നിവിനെ തിരിച്ചകത്തേക്ക് കയറ്റിയത്. ആ ഒരു സമയത്ത് ഞാനൊരു കാര്യം തുറന്നു പറയാം, ഇവൻ എന്റർടൈൻ ആയിരുന്നു. ഇവൻ പോയ സമയത്ത് നൂറയ്ക്കും അതിലേക്ക് ഹേറ്റ് തുടങ്ങി. സീരിയസ്ലി പറഞ്ഞാല ആ പട ആശ്വാസം നിവിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഇവന് ഈ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഇത്ര അഹങ്കാരം വന്നു തുടങ്ങി. ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ലാലേട്ടനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് അറിയോ, ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് കൊടുക്കുന്ന സാറ്റർഡേ സൺഡേ സ്ക്രിപ്റ്റഡ് ആണ്. കാരണം ഷൂട്ടിംഗ് ഒക്കെ പക്കയായിട്ട് അവർ ചെയ്യുന്നത്. അതുപോലെ ലാലേട്ടൻ അനുസരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ നെവിനെ, അക്ബറിനെ, ആര്യനെ കടന്ന് വെളുപ്പിക്കുന്ന ലാലേട്ടാ, നിങ്ങളൊരു വെറും കോമാളി ആയിക്കൊണ്ടിരിക്കുകയാണ്. സീരിയസ്ലി ഞാൻ പറയാമെന്ന് വെച്ചാലാ. കാരണം ഇതുപോലെ കാണിക്കുന്ന തന്തയ്ക്ക് പറക്കാത്ത അവന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് അവന്മാർ പറയുന്ന ഓരോ കാര്യങ്ങൾ ഏറ്റുപിടിക്കുക, അത് കൈയടിക്കാനും പിന്നെ എൻ്റെ ലാലേട്ടാ അത് എൻ്റെ കൈയുടെ ഇതുപോലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആദ്യം എല്ലാവരും നല്ല അടിപൊളിയാണെന്ന് വിചാരിച്ചു. ബട്ട് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. നാളെ ഒരു ദിവസം കൊണ്ട് ഇവൻ ഭസ്മമാവുക, നാളെ ഇവൻ ഇല്ലാണ്ടാവും. ഇവൻ്റെ ഗ്രാഫ് പോയി, ഇവൻ്റെ ഗ്രാഫ് ഇനിയിപ്പം 2 ദിവസത്തിനുള്ളിൽ നെവിൻ ഔട്ട് ആവുകയാണ് BB ഷോയിൽ നിന്ന് തന്നെ. എനിക്കൊന്ന് ഏറ്റവും വലിയൊരു പണിയാവാൻ തോന്നുന്നു BBക്കാർ കൊടുക്കാൻ പോകുന്നത്. ഇവൻ ഔട്ടായില്ലെങ്കിൽ, കാരണം ജനങ്ങൾ മൊത്തം വെറുത്തു. സീരിയസ്ലി ഞാൻ പറഞ്ഞ ജനങ്ങൾ മൊത്തം വെറുത്തു. ഇപ്പൊ ആൾക്കാർ ഉന്നി വെച്ചിരിക്കുന്നത് സാബുമാൻ ഔട്ട് കൊടുക്കാനാണ്. നിങ്ങൾ അങ്ങനെ വല്ല ചെയ്യുക ഗൈസ്, അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അതായത് ഇപ്പൊ ഇവ കാണിച്ച് ഈ തോന്നിയ വസ്തുവിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കൂടെ കൊടുത്തേക്കാം. ബൈ, ലവ് യു ഓൾ.